ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 24-ാം അധ്യായത്തിൽ മോശ യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്തതായ ഉടമ്പടിയുടെ ഒരു വലിയ ഉറപ്പിക്കലിലൂടെ കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരെയും കൂട്ടിക്കൊണ്ട് മോശയും അഹ്റോനും കൂടി യഹോവ കൽപ്പിച്ച പ്രകാരം പർവ്വതത്തിലേക്ക് കയറി ചെല്ലുകയാണ്. മോശ എന്നിട്ട് ആ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ അവിടെ കയറി, മറ്റുള്ളവർ അതിന് തൊട്ട് താഴെ അവിടെ നിൽക്കുന്നു. മോശ പിന്നെ ചെയ്ത് 4-ാം വാക്യത്തിൽ വായിക്കുന്നു, പർവ്വതത്തിൻ്റെ അടിവാരത്തൊരു യാഗപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കൊത്തവണ്ണം 12 തൂണും അവിടെ പണിതു. ഹോമയാഗവും സമാധാന യാഗവും അവിടെ അർപ്പിക്കുകയാണ്. ഇസ്രായേലിലെ 12 ഗോത്രപിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് അവരുടെ സ്മരണാർത്ഥമാണ് അവിടെ യാഗപീഠത്തിന് തൂണുകൾ അവിടെ ഉണ്ടാക്കുന്നതും അതിന്മേൽ യാഗപീഠം പണിത് അതിന്മേലാണ് ഇവരുടെ യാഗം ഇവിടെ അർപ്പിക്കുന്നത്. ആ ബലിയിൽ പിതാക്കന്മാരെ കൂടി സ്മരിക്കുന്നതിൻ്റെ ഓർമ്മയാണ് 12 തൂണുകൾ അവിടെ നാട്ടുന്നത്. പുതിയ നിയമം എഫേസ്യ ലേഖനം 2:20 പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിയുന്നു. സഭയെ ഒരു ഗോപുരം പോലെ അവിടെ ഉദാഹരിക്കുകയാണ്. അതിൻ്റെ മൂലക്കല്ല് യേശു ക്രിസ്തു, അടിസ്ഥാന കല്ലുകളായി മൂലക്കല്ലിനോട് ചേർന്ന് നിൽക്കുന്നത് 12 ശിഷ്യന്മാരാണ്. ക്രിസ്തു യേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെ പണിയുന്നു. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, സിംഹാസനത്തിലിരിക്കുന്ന മൂപ്പൻ, അതിന് ചുറ്റും 24 മൂപ്പന്മാരെ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 ശിഷ്യന്മാരുമായി നമുക്കവരെ കാണാവുന്നതാണ്. അവർ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു അനുഭവം. അതുപോലെ ഈ 12 തൂണുകൾ കൊണ്ട് യാഗപീഠം പണിത് അതിന്മേൽ ഹോമയാഗവും അതുപോലെ തന്നെ സമാധാന യാഗവും ഇവിടെ അർപ്പിക്കുകയാണ്. എന്നിട്ട് മോശ രക്തത്തിൽ പാതി എടുത്ത് യാഗപീഠത്തിന്മേലും പാതി ജനത്തിന്മേലും ഇവിടെ തളിക്കുകയാണ്. ശുദ്ധീകരണം നടത്തുകയാണ്. കാരണം രക്തം ജീവനാണെന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വീണ്ടെടുപ്പ് നമുക്ക് സാധിക്കുന്നത്. അവരോട് പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇത് യഹോവയുമായുള്ള നിയമത്തിൻ്റെ രക്തമാണെന്ന് മോശ പറയുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും കാസായ എടുത്തിട്ട് വാഴ്ത്തിയിട്ട് പറഞ്ഞു, പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാണിത്. യേശുവിൻ്റെ നിഴലാണ് പഴയ നിയമത്തിൽ മോശ. അന്ന് വരെ നടത്തിയ എല്ലാ യാഗത്തിൻ്റെയും പൂർത്തീകരണം കർത്താവിൻ്റെ കാൽവറി യാഗത്തിലാണല്ലോ പൂർണ്ണമാകുന്നത്. ഇവിടെ മോശ ഇത് നിയമത്തിൻ്റെ രക്തം, നമ്മുടെ കർത്താവും കാസായ എടുത്തിട്ട് പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ എൻ്റെ രക്തമാണിത്. അതിനുശേഷം അഹ്റോനും മറ്റ് മൂപ്പന്മാരും ഒക്കെ ആ പർവ്വതത്തിൽ കയറി ചെല്ലുകയും ദൈവത്തിൻ്റെ തേജസ് ഭാഗികമായി അവർ കാണുകയും ചെയ്തു. ദൈവത്തെ ആർക്കും പൂർണ്ണമായി കാണാൻ സാധിക്കുകയില്ല. കാരണം ദൈവം ഒരു പരിമിതപ്പെട്ടവനല്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയും ചൈതന്യവുമാണല്ലോ ദൈവം എന്ന് പറയുന്നത്. എന്നാൽ ആ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരൂപം സ്വീകരിച്ചതാണ് യേശുക്രിസ്തുവായി നമ്മൾ കാണുന്നത്. എന്നാൽ അതുകൊണ്ട് ഇവർക്ക് ഭാഗികമായി ഇന്ദ്രനീലക്കല്ലിൻ്റെ ആ വലിയ പ്രകാശത്തിൽ, ഒരു വെളിച്ചത്തിൽ മാത്രം ഭാഗികമായി മാത്രം ദൈവത്തെ കാണുവാൻ അവിടെ സാധിക്കുകയാണ്. അതിനുശേഷം മോശയെ യഹോവയായ ദൈവം ആ കൽപ്പനകൾ വാങ്ങുവാൻ തക്കവണ്ണം, ന്യായപ്രമാണം വാങ്ങുവാൻ തക്കവണ്ണം പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവിടെ വിളിച്ചു കയറ്റുന്നു. ബാക്കി എല്ലാവരും അവിടെ താഴ്വരയിലേക്ക് പോകണം. ഇനി ആരും പർവ്വതത്തെ സ്പർശിക്കാനോ പർവ്വതത്തിൽ കയറി വരുവാനോ സാധ്യമല്ല. 40 ദിവസം അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മോശ അവിടെ നിന്ന് ആ കർത്താവിൽ നിന്ന് അത് ഏറ്റുവാങ്ങുകയാണ്. ആ കൽപ്പനകൾ 40 എന്നുള്ളത് പൂർണ്ണതയുടെ സംഖ്യയാണ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ കർത്താവും 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമുക്കറിയാം. കാരണം പഴയ നിയമത്തിൽ യേശുവിൻ്റെ നിഴലായ മോശ 40 ദിവസം ദൈവസന്നിധിയിലായിരുന്ന ഉപവസിച്ച് പ്രാർത്ഥിച്ച കൽപ്പനകൾ വാങ്ങുന്നതാണ്.
അപ്പോൾ ദൈവത്തിൻ്റെ ആ തേജസ് അവിടെ തീ പോലെ പർവ്വതത്തിൽ കാണപ്പെട്ടു. അത് താഴെ നിന്ന ജനം അഗ്നിയായി മാത്രം അത് കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അപ്രകാരം ഈ ദൈവസ്ഥനത്തിൽ നടത്തിയതായ യാഗവും അതോട് ചേർന്ന് ആ നിയമത്തിൻ്റെ വലിയ ഒരു ഉറപ്പിക്കലും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവികമായ തേജസ് നമ്മളിപ്പോൾ കാണുന്നത് പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വേദപുസ്തക വായനയിലൂടെ, ധ്യാനത്തിലൂടെ ഒക്കെയാണ്. ഭാഗികമായി മാത്രമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാണ് നമ്മളിപ്പോൾ ദൈവത്തെ കാണുന്നത്. ഒരു ദിവസം പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ കടമൊഴിയായി കാണുന്ന ഒരു ദിവസം നമുക്ക് ലഭിക്കും, അന്ന് നമ്മൾ മുഖാമുഖം ദൈവത്തെ കാണും. ആ തേജസ്സിലേക്കുള്ള വളർച്ചയാണ് നമുക്ക് ഈ ഭൂമിയിൽ ക്രൈസ്തവ ജീവിതം കൊണ്ട് സാധ്യമാകേണ്ടത്. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ക്രൈസ്തവപരമായ എല്ലാ പ്രവർത്തനങ്ങളും അതിന് നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.